ഹലോ ഗായ്സ്, ഞങ്ങൾ രാവിലെ മോർണിംഗ് വാക്കിന് പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. 6 മണി ആവുന്നതേ ഉള്ളൂ, അപ്പോഴേ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കണ്ടില്ലേ, ആരും എഴുന്നേറ്റിട്ടില്ല. ഇവിടെങ്ങും ഇച്ചിരി മഞ്ഞുണ്ട്, ഇച്ചിരി തണുപ്പുണ്ട്. ഈ പട്ടി ഈ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എപ്പോഴും 2 പട്ടിയുണ്ട്. അതിനെ മേളിലിട്ട് അടച്ചേക്കും. ഇത് പേടിപ്പിക്കും. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും എൻ്റെ പപ്പായും കൂടിയാണ് പോകുന്നത്. ഇതിലാണോ പോകുന്നത് ഇന്ന്? അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ വലിയൊരു വടിയുണ്ട്, കണ്ടോ. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ വടിയും കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് എൻ്റെ ബ്രദർ ചോദിച്ചു, ഇതെന്താ മീൻ പിടിക്കാൻ പോവാണോ? മീൻ പിടിക്കാൻ പോയതല്ല, പട്ടിയെ വല്ലതും റോഡിൽ കണ്ടാൽ ഒന്ന് പേടിപ്പിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ തെരുവ് നായ്ക്കൾ വലിയ പ്രശ്നക്കാരല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം നടക്കാൻ പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വഴിയിൽ പട്ടിയൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ ഒന്നും കുറയ്ക്കുക പോലും ചെയ്തില്ല. എല്ലാതും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ UK-ലായിരുന്നപ്പോൾ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു. കേരളത്തിൽ പട്ടി ആൾക്കാരെ കടിക്കാനായിട്ട് ഓടിക്കുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നാട്ടിലെ പട്ടികളൊന്നും കുഴപ്പമില്ല, എല്ലാം നല്ല ഡീസൻറ്റ് പട്ടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ഇതാ നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ റോഡൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. കാരണം ഇന്നലെ ഭയങ്കര മഴയായിരുന്നല്ലോ. ഇവിടെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയും ഇടിയും മിന്നലൊക്കെ ആയിരുന്നു. അപ്പോൾ റോഡൊക്കെ എല്ലാം നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ചെളിയുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഈ ഏരിയയിലെല്ലാം റോഡ് ഇങ്ങനെയാണ്. ഒരു രീതിയിലും ഇവിടുത്തെ റോഡ് നന്നാവില്ല. അപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെ നടന്ന് പോകുന്നത് അത്ര എളുപ്പമല്ല. വണ്ടിയൊക്കെ വന്നാലേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ സ്കൂട്ടറിലൊക്കെ ഇതിലെ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി സൂക്ഷിക്കണം. വീഴാൻ എളുപ്പം.